എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നതായിരിക്കും. അപ്പോൾ 3 മണിക്ക് ശേഷം ഏകദേശം ഒരു 3:30 നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ വഴി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 3:30, 3:45 ആ ഒരു ടൈമിനുള്ളിൽ എല്ലാ വെബ്സൈറ്റുകളും റിസൾട്ട് വന്നു തുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു C+, അതുപോലെ C, അതുപോലെ തന്നെ D+. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേഡ് സാധാരണത്തിൽ വിദ്യാർത്ഥി ജയിച്ചതായിട്ടാണ് എല്ലാ വിദ്യാർത്ഥികളും ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഒരു C+, Cയോ D+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധാരണ കോമൺ ആയിട്ട് Dയോ Eയോ ഗ്രേഡ് കിട്ടിയാലാണ് ഒരു വിദ്യാർത്ഥി തോറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത്. എന്നാൽ C+, Cയോ D+ കിട്ടിയ ഒരു വിദ്യാർത്ഥി സാധാരണത്തിൽ തോൽക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് C+, Cയോ അല്ലെങ്കിൽ D+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുന്നതായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. അതിൽ നിങ്ങളുടെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അതുപോലെ ഫാദർ നെയിം ഉണ്ടാവും, അതുപോലെ മദർ നെയിം ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് നെയിം. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ ഒരു രീതിയിൽ 3 ഗ്രൂപ്പുകളാണ് ഉൾപ്പെടുക. അപ്പോൾ ഈ ഒരു ബയോളജി സയൻസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഏത് സയൻസ് ആയിരുന്നാലും ഇതിൽ നിങ്ങളുടെ ഗ്രൂപ്പ് നെയിം എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ ആ ഒരു കൊമേഴ്സിലെ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഒരു അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഈ ഒരു മറ്റേത് കോമ്പിനേഷൻ വരുന്ന സബ്ജക്റ്റിലുള്ള ആ ഒരു കൊമേഴ്സ് വിഭാഗം ആയിരുന്നാലും നിങ്ങളുടെ ഗ്രൂപ്പ് നെയിം എന്നുള്ളത് കൊമേഴ്സ് എന്നായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള കോഴ്സുകൾ ഏത് കോമ്പിനേഷൻ ആയിരുന്നാലും ഗ്രൂപ്പ് നെയിം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് ഏത് വിഭാഗത്തിലാണുള്ളത് അതിനനുസരിച്ച് ഗ്രൂപ്പ് നെയിം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ, അതായത് റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം റിസൾട്ട് നോക്കുന്ന സമയത്ത് റിസൾട്ടിൻ്റെ ആ ഒരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു PDF അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് സ്ക്രീനിൽ കാണുന്ന റിസൾട്ടിൽ ഇതുപോലെ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ഒരു സബ്ജക്റ്റിന് തോറ്റിട്ടില്ല, ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം എലിജിബിൾ എന്നുള്ളതിന് പകരം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തുടർ പഠനത്തിന് അർഹതയില്ല എന്നാണ് അർത്ഥം. തുടർ പഠനത്തിന് അർഹതയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ +2 ജയിച്ചിട്ടില്ല, ഏതോ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഗ്രേസ് മാർക്കൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സിമ്പിളായിട്ട് നോക്കാമെന്ന് പറയാം. ഇവിടെ നിങ്ങളുടെ റിസൾട്ടിൽ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക. ഫസ്റ്റ് ഇയർ, അതുപോലെ സെക്കൻഡ് ഇയർ, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഗ്രേഡ് ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. എത്ര ഗ്രേഡാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഓവറോളായിട്ട് 200-ൽ എത്ര മാർക്ക് കിട്ടി അതിനനുസരിച്ച് എത്ര ഗ്രേഡാണുള്ളത് അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ റിസൾട്ടിന് നേരെയും, അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് ഇയർ എന്നുള്ള ഭാഗത്തിന് അതിന് താഴെയായിട്ട് വരുന്ന GM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നിനും ഗ്രേസ് മാർക്ക് ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് അവിടെ ജസ്റ്റ് ഒരു 2 ഹൈഫൺ പോലെ ഇട്ടത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അവിടെ മാർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ആണെങ്കിൽ ഈ ഒരു GMൻ്റെ താഴെ ഈ ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് CE മാർക്ക്, അതുപോലെ തന്നെ TE മാർക്ക്, അതുപോലെ GM, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെയും ഇതേ രീതിയിൽ CE മാർക്ക്, PE മാർക്ക്, അതുപോലെ തന്നെ TE മാർക്ക്, അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഗ്രാൻഡ് ടോട്ടലിലും കൊടുത്തിട്ടുണ്ടാവും. ഗ്രാൻഡ് ടോട്ടലിൽ CE മാർക്ക്, PE മാർക്ക്, അതുപോലെ TE മാർക്ക്, GM, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഇവിടെ എന്താണ് CE, TE, PE എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. നിങ്ങൾ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് ഇതൊക്കെ ചെയ്യുന്നതിന് ടീച്ചേഴ്സ് നൽകുന്ന മാർക്കാണ് CE മാർക്ക്. ഇത് ഓരോ വർഷവും നിങ്ങൾക്കുണ്ട്. അത് 20-ലാണ് മാർക്ക് വരുന്നത്. അതുപോലെ തന്നെ PE മാർക്ക് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം ആണ്. അത് +2-ന് ചില കോമ്പിനേഷനുകൾക്ക് മാത്രമാണ് ഉള്ളൂ. സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഇവയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചില കോമ്പിനേഷനിൽ ഈ ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ടെർമിനൽ ഇവാലുവേഷൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ടെർമിനൽ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്കാണ് ഈ ഒരു TE മാർക്ക് എന്ന് പറയുന്നത്. GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടോട്ടൽ നിങ്ങൾക്കറിയാം ടോട്ടൽ മാർക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊക്കെ മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ജയിക്കാനായിട്ട് ഏതൊക്കെ മാർക്കാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ TE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുമാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
എങ്ങനെ ജയിച്ചു എന്നുള്ളത് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും 2 വർഷത്തെയും മാർക്ക് കൂട്ടിയിട്ടുള്ള മാർക്കാണ് ഗ്രാൻഡ് ടോട്ടൽ. 2 വർഷത്തെ CE മാർക്ക് എത്രയാണ്, 2 വർഷത്തെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എത്രയാണ്, അതുപോലെ 2 വർഷത്തെ TE മാർക്ക് അതായത് പരീക്ഷയുടെ മാർക്ക് എത്രയാണ്, 2 വർഷമായി കിട്ടിയ ഗ്രേസ് മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആകെ ടോട്ടൽ എത്രയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ ഗ്രാൻഡ് ടോട്ടലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് TE മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഗ്രേസ് മാർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു കോളത്തിലാണ് നിങ്ങൾ അത് പരിശോധിക്കേണ്ടത്. അത് ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഒരു TE മാർക്ക് ഗ്രാൻഡ് ടോട്ടലിലെ അതായത് ഇവിടെയുള്ള TE മാർക്ക്, അതുപോലെ തന്നെ ഈ ഒരു ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി ഈ ഒരു TE മാർക്കിനോടൊപ്പം ഈ ഒരു ഗ്രേസ് മാർക്ക് കൂടി കൂട്ടുക. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ നേരെയുള്ള മാർക്കാണോ നോക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇവിടെയുള്ള TE മാർക്കും ഗ്രേസ് മാർക്കുള്ളവർ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്കിപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് 80 മാർക്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എന്ന് പറയുമ്പോൾ 160ലാണ്, ഒരു വർഷം 80, രണ്ടാമത്തെ വർഷവും 80, ടോട്ടൽ കൂട്ടുമ്പോൾ 160. അപ്പോൾ ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് ഒരു 160ൽ ഒരു TE മാർക്ക് മാത്രമുള്ളവർ അതായത് പരീക്ഷയുടെ മാർക്ക് മാത്രമുള്ള TE മാർക്ക് മാത്രം കൂട്ടുക, പരീക്ഷയുടെയും ഗ്രേസ് മാർക്കുമുള്ളവർ ഈ ഒരു TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുക. അപ്പോൾ ആ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ 6 സബ്ജക്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സബ്ജക്റ്റിന് അതായത് ഏതെങ്കിലും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 2 വർഷത്തെ മാർക്കായിട്ടുള്ള 160ൽ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ TE മാർക്ക് മാത്രം കൂട്ടുന്ന സമയത്ത് അതായത് TE മാർക്ക് മാത്രമുള്ള TE മാർക്ക് മാത്രം കൂട്ടുക, ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുക. ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 2 വർഷത്തെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂട്ടുമ്പോൾ 120, ഒരു വർഷം +1 60, സെക്കൻഡ് ഇയറിൽ സബ്ജക്റ്റിൻ്റെ പരീക്ഷ 60 മാർക്കിലേത്, അങ്ങനെ 2 വർഷത്തെ കൂട്ടുമ്പോൾ 120ൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു TE മാർക്ക് പരീക്ഷയുടെ മാർക്ക് മാത്രമുള്ള പരീക്ഷയുടെ നോക്കുക, ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടായിരുന്ന ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 കിട്ടിയിട്ടുണ്ടോ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് C+ ഗ്രേഡോ അല്ലെങ്കിൽ C ഗ്രേഡോ അല്ലെങ്കിൽ D+ ഗ്രേഡോ കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ തോറ്റതായിട്ടാണ് മനസ്സിലാക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചില സമയത്ത് ഈ ഒരു C+, C ഗ്രേഡോ D+ ഒക്കെ കിട്ടിയിട്ട് പല വിദ്യാർത്ഥികളും ചില സമയങ്ങളിൽ തോൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കണക്കാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ മാർക്കിൻ്റെ ഗ്രേഡാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്കറിയാം +1 +2 ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ TE മാർക്ക് അതായത് പരീക്ഷയുടെ മാർക്കിൽ നിങ്ങളൊരു മിനിമം മാർക്ക് 2 വർഷം കൂടി ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 36ഉം 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48ഉം വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ വാങ്ങിച്ചാൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്കിപ്പോൾ C+ അല്ലെങ്കിൽ നിങ്ങൾക്ക് C ഗ്രേഡോ അല്ലെങ്കിൽ D+ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു C+, C ഗ്രേഡും D+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും പരിശോധിക്കണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വിദ്യാർത്ഥി തുടർ പഠനത്തിന് അതായത് ഹയർ പഠനത്തിന് യോഗ്യതയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, യോഗ്യരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ യോഗ്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ മാത്രമേ നിങ്ങൾ C+, C ഗ്രേഡും D+, Dയും E ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മതിയായ TE മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള TE മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങളുടെ റിസൾട്ടിൽ കൃത്യമായിട്ട് CE മാർക്കും PE മാർക്കും TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നുകൂടി നിങ്ങളോട് പറയാം, ഈ ഒരു C+ അല്ലെങ്കിൽ C ഗ്രേഡോ അല്ലെങ്കിൽ D+ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ഈ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ മാത്രമേ നിങ്ങൾ തോറ്റിട്ടുള്ളൂ. അതുപോലെ ഏത് സബ്ജക്റ്റിനാണ് തോറ്റത് എന്നുള്ളത് പരിശോധിക്കുന്നതിനായിട്ട് C+, C D+ കിട്ടിയ സബ്ജക്റ്റിൻ്റെ കൂടി മാർക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ C+, Cയും D+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും തോൽക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.